ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വിനോദസഞ്ചാരികളൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നമ്മളപ്പോൾ ഇങ്ങനെ ഈ മേൽപ്പാലം കയറി താഴെ എത്തിയ മുതലപ്പുഴയായി കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ആസ്വദിച്ച് നോക്കാം. സമയം എത്ര മണിയാണെന്നറിയോ? 4:20 ഇവിടെ നല്ല സ്ഥലം വിൽപ്പനയൊക്കെ ഉണ്ട് കേട്ടോ. മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ, പെരുമാതുറ ഫിഷിംഗ് ഹാർബർ. നമുക്ക് ഈ പാലം കണ്ട് ഈ കാഴ്ചയെല്ലാം കണ്ട് താഴെയിറങ്ങാം. ആദ്യം ഈ പാലത്തിൽ കൂടെ പിടിക്കാം. ഈ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഷോപ്പിംഗ്, കൊച്ചു കടക്കാരിങ്ങനെ ജീവനോപാധി തേടിയുള്ള യാത്രയാണ്. അപ്പോൾ ഈ മേൽപ്പാലത്തിലൂടെ താഴെയാണ് പെരുമാതുറ. നമുക്കത് അതുവഴി ഇറങ്ങണം. എന്നാലും ഞാൻ ഇത് കാണിച്ചിട്ട് താഴോട്ട് പോയാലോ. അപ്പോൾ നമ്മളിങ്ങനെ പാലത്തിലൂടെ മുകളിലെ കാഴ്ച കണ്ട് പതുക്കെ ഇങ്ങനെ വരാം കേട്ടോ. കണ്ടല്ലോ, ഇതാണ് മുതലപ്പുഴി ഹാർബർ. അപ്പോൾ സഞ്ചാരികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 4:30 മണിയായിട്ടുണ്ട്. നമുക്ക് താഴെ ഒരു ഷിപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അത് കണ്ട് വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. മണൽ നിറഞ്ഞിട്ട് മത്സ്യബന്ധനത്തിന് വലിയ ബുദ്ധിമുട്ടായി, ഇവിടുത്തെ ജീവനോപാധിക്ക് പ്രശ്നമായി. അങ്ങനെ സമരത്തിലൊക്കെയാണ് നാട്ടുകാർ. അതൊക്കെ വഴിയെ വിശദീകരിക്കാം. അപ്പോൾ ഇത് മേൽപ്പാലത്തിലൂടെ ഉള്ള ദൃശ്യമാണിത്. ഞാനിങ്ങനെ കറക്കി ചുറ്റി എടുത്തണ്ട. നമ്മളിത് അവിടെ നിന്ന് വന്നു. ഇതിങ്ങനെ മേൽപ്പാലം, അപ്പുറം കടൽ, ഇപ്പുറവും കടൽ. നമുക്ക് അപ്പുറത്തൊരു ഹാർബറുണ്ട്. അവിടെ കണ്ടിട്ട് നമുക്ക് നമുക്ക് ഈ മുതലപ്പുഴി അവിടെ വരാം. അവിടെ ഒരാളിങ്ങനെ വള്ളം തുഴയുന്നുണ്ട്. അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പെരുമാതുറ എന്നറിയാലോ? തിരുവനന്തപുരം ജില്ലയുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും, അതായത് രസകരമായ കുറേ സ്ഥലങ്ങൾ താണ്ടിയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണെങ്കിൽ സ്റ്റേഷൻ കടവ്, ഇങ്ങനെ കുറേ രസകരമായ പേരുണ്ട്. നെഹ്റു ജംഗ്ഷൻ, പിന്നെ പുതുക്കുറിച്ചി, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ താണ്ടിയാണ് എവിടെ എത്തുക? നമ്മുടെ ഡെസ്റ്റിനേഷനായ മുതലപ്പുഴയിലെത്തുക. അപ്പോൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ മുതലപ്പുഴി. ഇപ്പോൾ വിവാദത്തിലാണ്. കാരണം അവിടുത്തെ ഈ മത്സ്യബന്ധനത്തിന് തടസ്സമായി മണൽ കൂമ്പാരം നേരത്തെ വിശദീകരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ മണലിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഉള്ള ആൾക്കാരെ കൊല്ലം തുറയിലേക്ക് മാറ്റാനുള്ള പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. പക്ഷേ അതൊന്നും ഈ മത്സ്യത്തൊഴിലാളികളുടെ മുതിരുന്നില്ല. കാരണം മറ്റൊരു കടയിൽ പോകുന്നവർക്ക് താല്പര്യമില്ല. ഇത് നമ്മളിപ്പോൾ മേൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടന്നിട്ട് അവിടെ എന്നാ പറയുക, ഹാർബറിൽ കയറണം. അവിടുത്തെ കാഴ്ച ഒന്ന് കണ്ടിട്ട് നമുക്ക് റോഡ് വഴി, അത് ഒരു സബ് റോഡുണ്ട്, അതുവഴി നമുക്ക് പതുക്കെ ഇവിടെ വരാം. ഞാൻ റോഡിങ്ങനെ ക്രോസ് ചെയ്ത് നമ്മുടെ ഹാർബറിലേക്കാണ്, എന്താണ് തുറമുഖത്തേക്കാണ്. മുതലപ്പുഴി പെരുമാതുറ ചെറിയ തുറമുഖത്തിലേക്കാണ് നമ്മൾ യാത്ര. കേരള സർക്കാർ പെരുമാതുറ താഴമ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും സുനാമി പ്രതിരോധ മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിന് പെരുമാതുറ കാണുമ്പോൾ അച്യുതാനന്ദൻ. അപ്പോൾ PS അച്യുതാനന്ദൻ ആണ് സംഗതി. 2012 ഫെബ്രുവരി 22-നാണ്. അന്ന് PS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അന്നത് S ശർമ്മയായിരുന്നു മന്ത്രിയെ. ആനത്തലവട്ടം ആനന്ദൻ, സമ്പത്ത്, MA വാഹിദ്, സൂസൈ പാക്യം, രമണി P നായർ, ഇവരൊക്കെയായിരുന്നു അന്ന് തറക്കല്ലിടലുണ്ടായത് ഉദ്ഘാടനത്തിന്. അപ്പോൾ ഹാർബറിൽ കാഴ്ച, നമുക്ക് ഹാർബറിൻ്റെ അകത്ത് പോയിട്ട് വരാം. അവിടെ ഒരു പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളി. ഈസ്റ്റർ ആയതുകൊണ്ട്, ഇപ്പോൾ നോമ്പ് കാലം ആയതുകൊണ്ട് പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ട്. അത്ഭുത കാശുരൂപ മാതാ കുരിശടി
താഴമ്പള്ളി തിരുവനന്തപുരം ലത്തി രൂപത. ബുധൻ 4:30 ജപമാല നോവന. മാസാദ്യ ബുധൻ 10:30 മുതൽ ജപമാല ആരാധന, കുംഭസാരം, ദിവ്യബലി. 4:30 ജപമാല നോവേന, ദിവ്യബലി. അപ്പോൾ ഭക്തരിങ്ങനെ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ താഴമ്പള്ളി എത്തിയിട്ടുണ്ട്. അതിനുള്ളിലെ കാഴ്ചകൾ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തപ്പാം. വണ്ടിയൊക്കെ കെയർഫുള്ളായി ഓടിച്ചിട്ട് പണിയും. മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ താഴമ്പള്ളി. ഹാർബർ എഞ്ചിനീയർ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ 29/3/19 ഉത്തരവ്. ലോറിക്ക് ഇതിനകത്ത് പാസ്സുണ്ട്. മത്സ്യബന്ധന തുറമുഖവും പരിസരം ഉപയോഗിക്കാനുള്ള പ്രവേശന വാർഫേജ് ഫീസ് തിരക്കാം. ലോറി 85 രൂപ ഒരു പ്രാവശ്യം, മിനി ലോറി 60 രൂപ, കാർ 40, ടെമ്പോ 5 ടൺ 50 രൂപ, ടാറ്റ ഈസ് 40 രൂപ, ഓട്ടോറിക്ഷ 25 രൂപ, ഓട്ടോ ട്രക്ക് 30, മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ 20, സൈക്കിൾ 15, ആൾക്കാർ 10. പിന്നെ എന്താണ് ഐസ് 15. ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ എൻട്രി ഫീസുണ്ട്. അത് കൊടുത്തിട്ട് വേണം അതിനുള്ളിൽ കയറാൻ. ആ കാണുന്നതാണ് മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ താഴമ്പള്ളി ലോക്കർ റൂം. അതാണ്. ഓക്കെ, ആംബുലൻസ് കിടപ്പുണ്ട്. ഇതാണ് മുതലപ്പുഴി തുറമുഖം. അടിപൊളി ഒരു ഇലാഹി, ഒരു മാതാ കപ്പൽ കിടപ്പുണ്ട്. ഇലാഹി കപ്പൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹാർബർ കാഴ്ച കണ്ടിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഇച്ചിരി കാണാനുണ്ട് കേട്ടോ. ആ ആ ആ ആ നമുക്ക് ആ വലിയ ആ ബോട്ട് കണ്ടിച്ച് വരാം. മത്സ്യബന്ധനം കഴിഞ്ഞിട്ടേ കിടക്കാണ് സംഗതി. മറൈൻ കോ താഴമ്പള്ളി ആ ബോട്ടിൻ്റെ പേരാണ് കേട്ടോ. ഇതാണ് മത്സ്യബന്ധന ബോട്ടാണ് ഇത്. ആ പോലീസ് വണ്ടി കിടപ്പുണ്ട്. ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണേ. അപ്പോൾ അടുത്ത് തന്നെ ഇലാഹി ബോട്ട് ഇത് കിടക്കണം. മത്സ്യബന്ധന ബോട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ വള്ളം അതിൽ വല ഉണ്ടല്ല, വലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മീൻ പിടിക്കാനുള്ള വലയും അതിൻ്റെ സംഗതികളുമാണ് ഈ കാണുന്ന ഇത്. ആ 2 കൊക്ക് ചേട്ടന്മാരോടെ ഉണ്ട്. ആ കണ്ടപ്പോൾ മുങ്ങി 2 എണ്ണം. അങ്ങനെ കൊക്ക് സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. ഓരോ കൊക്കിൻ്റെ അടുത്തെത്തുമ്പോൾ കൊക്ക് എസ്കേപ്പ് ചെയ്യാണ് മതി. മുങ്ങുന്നു. കൊക്ക് മാത്രമല്ല, കാക്കയുണ്ട്. ആയി എടാ. അപ്പോൾ മുതലപ്പുഴയിലിപ്പോൾ മണലും മറ്റേ ഈ മണലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് പോലീസ് ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. സമരം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ബീച്ച് കാണുന്നു. അപ്പോൾ മത്സ്യബന്ധനത്തിന് ശേഷമുള്ള ഈ മീൻ കയറ്റി പോകുന്ന വണ്ടികളൊക്കെയാണ്. അപ്പോൾ മിക്കവാറും എല്ലാം ഇങ്ങനെ ഒതുങ്ങി കിടപ്പുണ്ട്. മത്സ്യമുണ്ട്. ആ വണ്ടികളൊക്കെ ഇങ്ങനെ ഷെഡിലാണ്. ഒരു സമരത്തിൻ്റെ മുഖമാണ് ഈ കാണുന്നത്. എന്തായാലും ഇവരുടെ സമരമൊക്കെ ഒത്തുതീർപ്പായി മണെല്ലാം മാറ്റി നല്ല ജീവനോപാധി കിട്ടട്ടെ എന്ന പ്രത്യാശയോടെ ഉണ്ട്. അങ്ങനെ ഓരോ കൊക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എസ്കേപ്പാണ്. ഈ ചേട്ടൻ നോക്കിയാലോ, അത് കാണാനൊരു ഭംഗി. മുങ്ങി 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 യെസ് 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 അതങ്ങനെ കറങ്ങി അപ്പുറം വന്നിരുന്നു. ഇവിടെയുണ്ട്. താഴെ വീണ പടി കിട്ടും. യെസ്. അപ്പോൾ നമ്മളാ കയറി വന്ന പാലമാണ് ഇതേ കാണാൻ. അവിടെ നിന്ന് ഞാനിങ്ങനെ താഴെ കറങ്ങി തിരിഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ സമരമായത് ബോട്ടിംഗ് ഒന്നുമില്ല. യെസ് 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 ബോട്ടിംഗ് ഉള്ള സമയം ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. അങ്ങനെ ഇങ്ങനെ എല്ലാ വണ്ടികളും ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഒതുക്കിയിട്ടിട്ടുണ്ട് സമരം കാരണം. മത്സ്യബന്ധനം അസാധ്യമായതുകൊണ്ട്.
ഓരോ ഇതിലും ഓരോ ഇതുണ്ട് എന്നാണ് ഓരോ കുറ്റി. ഈ കുറ്റിയിലാണ് ഓരോ കൊക്കും ഇരുന്നത്. ആണല്ലോ ഈ കുറ്റി. ഇങ്ങനെ കുറേ കുറ്റിയുണ്ട്. എന്താണ് വള്ളം വരുമ്പോൾ വലിച്ചു കെട്ടാനുള്ള കുറ്റിയാണത്. അവർ കുറച്ച് ആൾക്കാരിങ്ങനെ ചെറിയ രീതിയിലുള്ള സഞ്ചാരവും മീൻപിടുത്തമൊക്കെ ഉണ്ട്. ഒരു വള്ളത്തിനിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കംപ്ലൈൻ്റായ വള്ളമാണ്, അതിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇത് മീൻ കൊണ്ടുവന്ന ബോക്സാണ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പോലീസുകാരൊക്കെ റെസ്റ്റിലാണ്. എന്നാ ചൂടാണെന്നറിയോ? ഇപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലമല്ലേ, അപ്പോൾ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോലീസുണ്ട്. ആ കപ്പൽ ഫുള്ളിങ്ങനെ കൊക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ മീൻ പിടിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയ അതൊരു സന്തോഷം കിട്ടുമെന്നോ. എന്നാലും കാത്തു നിന്നാൽ ചിലപ്പോൾ ഒരു മീൻ പിടിക്കുന്ന കാണാനുള്ള കാഴ്ച കിട്ടുമായിരിക്കാം. ഏതായാലും ഒരു പരീക്ഷണം നടത്തണമെന്നാണ് ആലോചിക്കുന്നത്. മാത്രമല്ല ഉള്ള പരുന്ത് ചേട്ടനുമുണ്ട്. പുള്ളിയും വട്ടമിട്ട് പറക്കുന്നുണ്ട്. മീനടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മീൻ പിടിക്കാം. ഒന്നല്ല, ഇഷ്ടംപോലെ പരുന്നുണ്ട്. പരുന്ത് കൊക്ക് മീനിനെ കണ്ടോ എന്നൊരു സംശയം. ഏതെങ്കിലും കൊക്ക് വട്ടം ചുറ്റി പറന്നിട്ട് മീൻ ഇപ്പിക്കോ നോക്കിയാലോ. എന്നാ ഭംഗിയാന്നറിയോ? അത് ലാൻഡ് ചെയ്താ പരുന്തും വട്ടമിട്ട് പറക്കുന്നു. അതതിൻ്റെ വഴി പോയി. വേറെ ഉള്ളതേ പോകും. പരുന്ത് മാത്രമല്ല, നമ്മൾ കാക്കച്ചേട്ടനുണ്ട്. അപ്പോൾ പരുന്ത്, കാക്ക, കൊറ്റി, കൊക്ക് ഒക്കെ കൂടെ ചേർന്നൊരു ഹാർബറാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ വിടാം. എന്തായാലും ഹാർബർ കാഴ്ച ഇവിടെ തീരും. നമുക്കപ്പുറം ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് അവിടുത്തെ സംവിധാനമൊക്കെ കണ്ടേച്ച് പോരാം. അങ്ങനെ ഹാർബർ വിജനമാണിപ്പം. ഏത് സമരം കാരണം വിജനമാണ്. ചെറിയ രീതിയിലുള്ള ഫിഷിങ്ങേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പരിപാടിയില്ല. തൊഴിലാളികളെല്ലാം സമരത്തിലായതാണ് പ്രധാന കാരണം. ഈ അങ്ങേ തലക്കിൽ അതേ അങ്ങേയറ്റം അങ്ങേ മൂലം കാണുന്ന വള്ളമാണേ. അങ്ങനെയാണ് കഥ. വീണ്ടും ഒരു കൊറ്റി. ഒരു കൊച്ചു മീനിനെ എങ്ങാണ്ട് കിട്ടി. പക്ഷെ അത് നമ്മൾ കുഞ്ഞിനെ എങ്ങാണ്ട് കിട്ടിയപ്പോൾ അത് കൊച്ചിന് കൊടുത്തെന്ന് പോകും. ഹാർബറിലെ കാഴ്ച കണ്ട് നമ്മൾ തിരിച്ച് വന്ന വഴി തിരിച്ചിറങ്ങുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, ഇതുവഴി നേരെ പിടിച്ച വർക്കല, ലെഫ്റ്റ് പിടിച്ച തിരുവനന്തപുരം. നമ്മൾ കൊച്ചുവേളി കറങ്ങി തമ്പാനൂരെത്താം. അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ അവിടെ എത്തി. നമുക്ക് പള്ളിയുടെ ഇതുവഴി കറങ്ങി തിരിഞ്ഞ് അങ്ങ് ബീച്ചിൽ പിടിക്കാം. പള്ളിയുടെ വഴിയെ അതൊക്കെ ബീച്ചിൽ പോവാം. ആരാധനയിലാണ് ഭക്തർ. നമുക്കിങ്ങനെ കറങ്ങി മറക്കണ്ട, ഇന്ന് ബുധൻ, നാളെ പെസഹ വ്യാഴം, മറ്റന്നാൾ ദുഃഖവെള്ളി, പിന്നെ എന്നാണ് ഈസ്റ്ററാണ് കമ്മിങ് സൺഡേ. അപ്പോൾ നമ്മളിങ്ങനെ തുറമുഖം ഹാർബർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അവിടെ നിന്ന് ഇങ്ങനെ ബീച്ച് വഴിയാണ് പോകുന്നത്. നമ്മൾ കാറേന് വന്നാൽ അപ്പുറത്തെ സൈഡ് പോകണം. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ്
എന്തെന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താം. അപ്പോൾ വീണ്ടും ഇങ്ങനെ തിരിച്ച് നടക്കാൻ മടിച്ചിട്ടാണ് എന്താണ് പുറകിലെ പിൻവാതിൽ പരിപാടി നടത്തിയത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇറങ്ങി ബീച്ചൊക്കെ കണ്ട് അതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചില്ല, ഞാൻ പാലത്തിൽ കയറിയപ്പോൾ എന്താണ് മണലെടുത്ത സ്ഥലത്ത് എത്തും. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ സമയം 4:45 കുറേ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ സഞ്ചാരികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, നമുക്ക് ആ പാറ വേണമെങ്കിൽ പാറയിൽ നിന്ന് കണ്ടേച്ചും വരാം. അപ്പോൾ നമ്മളിതാ ആ പാറ അടുക്കിലെത്തി. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ പുറത്തി വരാം. ഇതിങ്ങനെയാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ആ പള്ളിയുടെ അവിടെ നിന്ന് കറങ്ങി വലത് സൈഡ് പിടിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞത് ഈ പാറയുടെ അവിടെ എത്തി. ഈ പാറയല്ല, കല്ലെടുക്കാണ്. ഇതിൽ വഴിയാക്കി വെച്ചിട്ടുണ്ട്. അത് രസമുണ്ട് കാണാൻ. രണ്ട് സൈഡും ഇങ്ങനെ എന്താ പറയുക, പാറ കല്ലടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പുറത്ത് കയറാം. ഞാൻ നമ്മളെ കൊല്ലംകോട് ബീച്ച് കാണിച്ചപ്പോഴും ഇങ്ങനെ പാലക്കല്ലടുക്കുന്നുണ്ട്. കെയർഫുള്ളായി, കാരണം ഈ പാഴയുടെ എല്ലാ ഇടയ്ക്ക് ഈ ഹോൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കില്ല. പിള്ളേരായാലും വലുതായാലും ശ്രദ്ധിച്ചില്ലേ പണി ഉറപ്പാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വലയൊക്കെ എറിഞ്ഞ് മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ്. മീൻ കിട്ടിയോ ഇല്ല, മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. വല ഇങ്ങനെ ശരിയാക്കണുണ്ട്. അപ്പോൾ ഞാനൊന്ന് റൗണ്ട് അടിച്ച് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ ആദ്യം പോയിട്ടില്ല, അതിൻ്റെ മണലവിടെ അവരിങ്ങനെ ക്രെയിൻ വെച്ച് കോരിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് വിട്ടാലോ? ഇവയ്ക്ക് പാറപ്പുറത്ത് നടന്ന് പോകാമെന്നുള്ളൂ. അപ്പം സംഗതി ഇതൊക്കെയാണ് കാഴ്ച. എൻഡിങ് പോയിട്ട് പോയാൽ തിരമാല എന്ന് കണ്ടേച്ച് പോയാം. അങ്ങനെ നമ്മളിങ്ങനെ പാറക്കെട്ടുകൾ താണ്ടി, ഇത് പാറപ്പാത, രണ്ട് സൈഡിൽ പാറ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ ഇങ്ങനെ ചൂണ്ട ഇടുന്നുണ്ട്. നമുക്കൊരു മീൻ കിട്ടുമോ എന്ന് നോക്കാം. സാധ്യതയുണ്ടാ? ഒന്നല്ല, രണ്ട് ചേട്ടന്മാരിങ്ങനെ കാര്യമായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. കിട്ടിയ ലക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും. അദ്ദേഹം ചൂണ്ടയിട്ട്, പക്ഷേ പുള്ളി സ്റ്റാൻഡിൽ പൊസിഷൻ അയ്യോ കയ്യിൽ നിന്ന് വിട്ടുപോയി. ചൂണ്ട അങ്ങ് നീണ്ടുപോയി. എന്നാൽ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. എൻ്റെ സ്റ്റൈലിൻ ഒരു വ്യൂ ആയത്. കൊളുത്തിയാ ഇതെത്ര നേരം നിന്നല്ലേ. ഈ കടലിൻ്റെ തിര കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു പോകും. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് വേറെ കാര്യം. കുറച്ച് കാഴ്ചകൂടെ പകർത്താറുണ്ട്. ഒരു മീനെങ്കിലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇച്ചിരി നേരമായിട്ട് ഇവിടെ നിൽക്കുന്നത്. മീൻ പിടിക്കുന്നവർ ഉഷാറാണ്, കയ്യെ കാണിച്ച് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഗതി കിട്ടിയില്ലായിരുന്നു. മനസ്സിൽ നല്ല തിരയുടെ സ്റ്റൈലായിട്ട് അടിച്ചു വരണ്ട. വാവ്, വന്ന് മനസ്സിലാക്കി ഇതിൻ്റെ അങ്ങേ തലക്കല പാറ എൻഡിങ് പോയിൻ്റ് വരെ ഒന്ന് പോയിച്ചും വരാം. ഇതുവരെ വന്നില്ലേ? വേണ്ട, പാറ കൊണ്ടുള്ള വീതിയാണ്. നോക്കി നടന്നില്ലേ പണി ഉറപ്പാണ്. ഇടയ്ക്കെല്ലാം കുഴികളാണ്.
വീണ കൈ എപ്പോൾ കാലൊടിഞ്ഞ് ചോദിച്ചാൽ മതി. കാരണം ഇത് ഇവിടെയൊക്കെ നനവുണ്ട് കണ്ട, കാരണം തിര ഇങ്ങ് വരെ വന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കല്ലിൻ്റെ അവിടെ എത്തി. ഇനി സാഹസം കാണിക്കാനുള്ള ചങ്കുറപ്പില്ല, ഭാര്യയും പിള്ളേരും ഉണ്ട്, അതുകൊണ്ടേ വലിയ സാഹസം വേണ്ടെന്നാണ്. കണ്ട സംഗതിക്ക് വന്നേ. അപ്പോൾ അവിടെ കാണുന്നു മണലിപ്പൊക്കെ. റൈറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിടാം, മുതലപ്പുഴി കാഴ്ചകളിൽ അങ്ങോട്ട് വിടാം. നല്ല പാറയിൽ തട്ടി വെള്ളം വരും. എൻ്റെ പാൻറ്റെല്ലാം നനയും, ഷൂസൊക്കെ നനയും. അപ്പോൾ നമ്മൾ പിൻവലിയുന്നു. വാവ്, അത് കലക്കി. അങ്ങനെ തന്നെ മുതലപ്പുഴി ബീച്ചിലെ കാഴ്ചകളാണ്. ഒരു വള്ളം ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, എൻ്റെ പുറംതിരിഞ്ഞ വള്ളം. മീന് മറിച്ച് വെച്ചതുപോലെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വള്ളം കണ്ടപ്പോഴേ മീനിനെ നമ്മൾ ചരിച്ച് വയ്ക്കില്ലേ, അതുപോലെ ഇട്ടാ ആ വള്ളം കാണാൻ. എൻ്റെ മുൻ വർഷം കൂടെ കണ്ടേക്കും. ഇതാണ് സംഭവം. ആള് വയസ്സനായ വള്ളമാണ്. അത്യാവശ്യം നല്ല ബീച്ചാണേ, സഞ്ചാരികൾക്ക് ശരിക്കും നല്ലൊരു ബീച്ചാണ് പെരുമാതറ ബീച്ച്. അവിടെ ഒരു വെള്ളം ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ശരിക്കുള്ള എന്താണ് ഒരുവിധം കവറായി. ഇനി അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ ഏതാണ്ട് കാഴ്ച അവസാനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വന്നത് പിൻവാതിലിലൂടെയാണ്. തിരിച്ച് നമുക്ക് മുൻവാതിലിലൂടെ പോയേക്കാം. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണല്ലേ. അപ്പോൾ അങ്ങനെയാണ് സംഗതി. അപ്പോൾ ആ പാറപ്പുറത്ത് നിന്നാണ് ഞാൻ ആദ്യം അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി കാണിച്ചത്. ഇങ്ങനെ നമ്മളത് ആ പള്ളിയെ കണ്ടില്ലേ, ഇത് കാണുന്ന റോഡ്, ഇത് ആ പാലം വഴിയാണ് ആദ്യം ഞാൻ അവിടുത്തെ ആ മണലെടുത്ത സ്ഥലം കാണിച്ചത്. ആ പാലമാണ്. ഇങ്ങനെ ഇതാ കാഴ്ചകൾ, സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ ഒക്കെ എല്ലാവരും ഉണ്ട്. ഒക്കെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ച കണ്ടു. പിള്ളേരെല്ലാം വ്ളോഗിലും ഷൂട്ടിങ്ങിലൊക്കെയാണ്. അതൊക്കെ ഒരു കാഴ്ചയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഷൂട്ടിങ്ങിലാണ്. ഇവിടുത്തെ കുസൃതികളുമൊക്കെ പല കുസൃതികളിലും കാഴ്ചകളിലുമാണ്. ഓക്കെ, ശരിക്കും നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ശരിക്കും നല്ല വൃത്തിയുള്ള ബീച്ചുണ്ട്, നല്ല വൃത്തിയുണ്ട്. പെരുമാതാരയ്ക്ക് അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്, നല്ല വൃത്തിയുള്ള ബീച്ച്. അവിടെ ഒരു കുസൃതി മീൻ പിടിക്കാണ് നടക്കുന്നുണ്ട്. മീൻ വെച്ചാൽ പുള്ളി ലൂജൻ ചൂണ്ടയായിട്ടുള്ള പരിപാടിയാണ്. കിട്ടിയാലോ ആ മണ്ണുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സ്റ്റിക്കറായി വെക്കുകയാണല്ലേ. അല്ലെങ്കിൽ മീൻ കഴിയട്ടെ. അപ്പോൾ അതുകൊണ്ട് ആ പാറ കല്ലെടുക്കുണ്ടല്ലോ, നമ്മളത് അവിടെ നിന്നാണ് നടന്നിങ്ങി എത്തിയത്. അവിടെ നിന്നാണ് ഞാൻ ആ പാറ എടുക്കില്ലേ, പാറ എടുക്കിയത് കറങ്ങി തിരിഞ്ഞത് ഇത്രയും ദൂരം പിന്നിട്ട് നമ്മളത് ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കിൽ വന്നു. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോവാം. ഈ പാറ കയറി പതുക്കെ നടന്ന് പോവാം. പാറ കയറുമ്പോൾ സൂക്ഷിക്കണം, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മളതങ്ങനെ എത്തി. എവിടെ എത്തി? ഇതിൻ്റെ ആ നടപ്പാത എത്തി. ഇതുവഴി വാഹനം പോവും. അവിടെ ആ പാലമാണ് നേരത്തെ കാണിച്ചില്ലേ, പാലം. അതേ കാണാം, മണ്ണെടുത്ത് ആദ്യം കാണിച്ച മണ്ണെടുത്ത് അതിൻ്റെ ഫസ്റ്റ് സ്ഥലം ഇതായിരുന്നു. ഇതേ അവിടെ നമ്മളിങ്ങനെ എത്തി. അപ്പോൾ മുന്നോട്ട് പോവാം. ഇത് പാറ എടുക്കല്ലേ, ഇത് വഴിയാണ്. ഈ പാറ കറങ്ങി തിരിഞ്ഞ് പോയാലോ. ഇച്ചിരി പാറ ഇവിടെയും വെള്ളോടി ഉണ്ട് കേട്ടോ. എന്നാ നോക്ക്, അവിടെ എത്തണം.
ചൂണ്ടക്കാരുടെ കോളാണ് കേട്ടോ. ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, എല്ലാം ചൂണ്ടക്കുട്ടന്മാരാണ്. നമുക്ക് വല്ല വല്ല ഇതുവഴി നടന്ന് വലിയ കയറ് കിട്ടാവണം. വെള്ളം പിടിച്ച് കിട്ടാനുള്ള കയറാണ്. നല്ലത് കിട്ടിയാ രക്ഷയില്ല. ആ കാറ്റ് കാരണം ചൂണ്ടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. മീൻ വരുന്നില്ല, കാറ്റിൽ ചൂണ്ട പറന്നു പോകുന്നു, പിന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പാറ കയറി 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 വരുവാണേ. നിങ്ങൾ കൂടെ ഉണ്ടല്ലേ എന്ന വിശ്വാസത്തിലാണ് ഈ സാഹസം മുഴുവൻ കാണിക്കുന്നത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി ഇപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി. ഇതേണ്ട കുഴിയണ്ട, കാലത്ത് തെറ്റിയ കാലും കാണയില്ല, തലകടിച്ച കാറ്റും പോകും. ഇതിൻ്റെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ബോർഡിങ് ശരി. അപ്പുറത്ത് കാണിക്കും. നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇത് ആ പാറപ്പുറത്താണ് ഞാൻ ഇപ്പോൾ കയറി ഇറങ്ങിയത്. അതിങ്ങനെ കറങ്ങിയതേ അവിടെ ചെന്ന് അവസാനിക്കും. അതാണ് മുതലപ്പൊഴി. അപ്പുറം ഉണ്ടോ മണലിങ്ങനെ രണ്ട് സൈഡായിട്ട്, അപ്പുറത്ത് കടലും ഇപ്പുറത്തും കടലും. ആ ഒരു മണലിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇതിലെ രസങ്ങളാണ് ഇതൊക്കെ. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കര എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനിർമ്മിതമായ ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ത്രികോണത്തിൽ 3 കണ്ട 1 2 3 4 സോറി 1 2 3 3 അല്ല കേട്ടോ. ഒരു ഇതിൽ 4 ഉണ്ട്. 1 2 3 അങ്ങേ തലക്കിലിറങ്ങും. നമ്മളിങ്ങനെ കമത്തി വെച്ചാൽ കാണാം ഒന്നല്ല. അപ്പോൾ ഇതിങ്ങനെ കര എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു സെറ്റപ്പാണ് ഇങ്ങനെ ഈ 4 ഷേപ്പ് കണ്ട 1 2 3 4 ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. പറയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കടലെടുക്കാതിരിക്കാൻ സംഗതിയാണ് ഈ കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചില അത്ഭുത ദ്വീപോ അത്ഭുത സിനിമകളിലൊക്കെ പോയാലുള്ള ചില കാഴ്ചകളില്ലേ, 2 സൈഡ് ഇങ്ങനെ പാറക്കൂട്ടം, ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ പറ്റിക്കാനുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള സീരിയലിലെ കഥ പോലെ ഒക്കെയുള്ള നല്ലൊരു പാറക്കൂട്ടം. അവിടെ 2 കയറ് വെച്ചിട്ട് ഒരു തടസ്സം വെച്ചിട്ടുണ്ടായിരുന്നു. മറികിടന്നിട്ടാണ് ഒരു ഫാമിലി ഇവിടെ ഇരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ചാടിക്കടന്ന് ഇങ്ങെത്തി ഈ പാറക്കൂട്ടത്തിനിടയിൽ കണ്ട. അപ്പോൾ നമ്മൾ ആ എൻഡിങ് പോയിന്റിലെത്തി കണ്ട. പാറയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭംഗി. പക്ഷേ വേണമെങ്കിൽ ഇതിനെ ഒരു നിഗൂഢത പോലെ ആക്കാം. വേണമെങ്കിൽ ഹൊറർ സിനിമയിലെ കാഴ്ച പോലെ വേണമെങ്കിൽ ആക്കാം. എന്നാൽ ഇതിൽ സിമ്പിളി ആയിട്ട് നമുക്ക് ഓക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പോയിന്റിലെത്തി. വലിയ സാഹസം വേണ്ട. ഇവിടെ നമ്മൾ തിരിഞ്ഞു പോവാം, പണി കിട്ടും. ഓക്കെ, ഇതാണ് കാഴ്ച. ഓക്കെ, നമ്മളിങ്ങനെ വലം വെച്ചു തിരിച്ചു വിടുവാണ്. നല്ല നാറ്റമുണ്ട് കേട്ടോ, സ്മെല്ലുണ്ടേ, നല്ല മണം. ചിലർ മണമെന്ന് പറയും, ചിലർ നാറ്റമെന്ന് പറയും, ചിലർ സ്മെല്ലെന്ന് പറയും. എന്തായാലും കടലിൻ്റെ ഒരു ചെറിയ സ്മെല്ലുണ്ടേ. അപ്പോൾ അതാണ്ട് പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ആ കടൽക്കുട്ടൻ. നമ്മൾ ആ മണൽ വരുന്നിടത്തൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഈ യാത്ര പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവർ ചൂണ്ടയിടാനുള്ള പരിപാടി കണ്ട. അവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള കൊച്ചു കുടുംബത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അവരുടെ സാഹസം അവർ നടത്തുന്നു. ഇവിടെ ഇങ്ങനെ പലതും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ കാഴ്ച ഏതാണ്ട് തീരാറായി. ഇനി നമുക്കിത് അപ്പുറം ഇറങ്ങണം, അങ്ങനെയുള്ള പരിപാടിയാണ്. ഇവിടെയാണ് അവർ കയറ് വെച്ചിട്ടൊരു ബോർഡർ വെച്ച് ഇപ്പുറം വരാൻ പാടില്ലെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറികടന്നാണ് നമ്മളിങ്ങ് എത്തിയത്. കുഴപ്പമില്ല, നമുക്കിത് മറികടന്ന് താഴെ ഇറങ്ങേണ്ടതുണ്ട്. നമുക്കിങ്ങനെ വഴി ഈ പാറയുടെ നടന്ന് താഴോട്ട് ഇറങ്ങണം. ഇച്ചിരി സാഹസമാണ്. അതുവഴി കറങ്ങി നമുക്കങ്ങ് പോയേക്കാം. ഇന്നൊന്നും വലിയ സാഹസം വേണ്ട എന്നാണ് അർത്ഥം. നല്ല ഗ്രിപ്പുള്ള ഷൂസ് അല്ലെങ്കിൽ പണി കിട്ടും. ഇത് മറ്റേ സംഗതിയുണ്ട്. അതിൽ നല്ല ഇങ്ങനെ സിമെൻറ്റും പാറപ്പൊടിയൊക്കെ ചേർത്താണ് ഈ സാധനം നിർമ്മാണം. വലിയ ചല്ലി സിമെൻറ്റും മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഒരു കോൺക്രീറ്റ് പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പതുക്കെ താഴെ ഇറങ്ങാം. ഓക്കെ,
പിന്നെ ആ പാറപ്പുറത്തുനിന്ന് ഞാൻ പതുക്കെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ആ മണൽ അവരെ നീക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പാറപ്പുറത്തിൻ്റെ പാറപ്പുറക്കാഴ്ച വേണ്ട ഏതാണ്ട് ആ കല്ലെടുക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിഞ്ഞ് ഒരു കുസൃതി അവിടെ നടക്കുന്നു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തി. ഇനി നമ്മളിങ്ങനെ കറങ്ങി ഇപ്പം സമയത്തായി 5:10 5:15. നമ്മളെപ്പോൾ തുടങ്ങിയെന്ന് അറിയാമല്ലോ. 3:30 തുടങ്ങിയ പരിപാടിയാണല്ലേ? അല്ലല്ലോ, 4 മണിക്കല്ലേ? യെസ്, ഇതാണ് സംഗതി. അപ്പം മണൽ വാരൽ പുരോഗമിക്കുന്നുണ്ട്. കണ്ട, ഇത് മുഴുവൻ ഈ കടലെടുത്തത്. കടലിൽ നിന്ന് മണൽ അകത്തോട്ട് കയറി ഇവിടെ മീൻ പിടിക്കാത്ത അവസ്ഥയായി. അപ്പോൾ ഈ മണൽ മാറ്റണമെന്നതാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഇത് അങ്ങനെ മണൽ വാരി ഇങ്ങനെ കൂട്ടുന്നുണ്ട്. ഈ കണ്ട, ഇത് പൊഴിയെന്ന് പറയുമ്പോൾ എന്നറിയാം, കടലും കരയും, അതായത് കടലും കായലും ചേരുന്ന സ്ഥലത്തെയാണ് പൊതുവെ പൊഴി എന്ന് പറയുക. അപ്പോൾ ഇത് മുതലപ്പൊഴി എന്നാണ്. അപ്പം അത് കണ്ട ആ ബോർഡ്, അത് കായൽ, ഇത് കടൽ, ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റിക്കൊടുത്താൽ മാത്രമേ എന്താണ് ഈ മത്സ്യബന്ധനത്തിന് ഈ വള്ളം പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ പിരമിഡ് പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇല്ലേ, ഈജിപ്തിലെ പിരമിഡില്ലേ, അതുപോലെ ഇങ്ങനെ മൺകൂനിങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ അങ്ങനെ കൂന കൂട്ടിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈജിപ്തിൽ പോയൊരു ഫീലിംഗാണ്. നല്ല ഭംഗിയുണ്ട് അങ്ങനെ മണൽ വാരിയിടുന്നതേ. എന്താ രസം. ഇനി പിരമിഡ് കണ്ടില്ല എന്ന് പറയല്ലേ. കട എന്തോരം മണലാണിങ്ങനെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കോരിക്കറി കള്ളഞ്ഞാലേ ഇവർക്ക് മത്സ്യബന്ധനത്തിന് അനുയോജ്യമാകും. അപ്പോൾ അനിശ്ചിതകാല സമരത്തിലാണ് അവർ. സമര ചർച്ചകളൊക്കെ നടക്കുന്നു. എന്തായാലും ഇവരുടെ സമരവും വിജയിക്കട്ടെ, അവർക്ക് സർക്കാരിൻ്റെ ശ്രമവും വിജയിക്കട്ടെ. അപ്പോൾ ആ വഴിയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ശരിക്കും അവിടെ നിന്നാണ് വരേണ്ടത്. ഞാൻ മുന്നമേ പറഞ്ഞു, പിൻവാലിൽ കൂടെ വന്നതാണ്. നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ പണിയൊക്കെ നടക്കും, പണി പുരോഗമിക്കുന്നുണ്ട്. പോലീസിനെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്, അത്യാവശ്യം സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മുന്നിലോട്ടാണ് വരുന്നത്. നമ്മളെ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറകുന്ന് കാണിച്ചത്. മറ്റുള്ളവരുടെ സ്വകാര്യം നമ്മൾ ലംഘിക്കാൻ പാടില്ല. എന്തൊരു വിശ്വാസക്കാരനാണ്.
കണ്ട 5:30. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരും ടൂറിസ്റ്റൊക്കെ വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് ഫോമാണ്. ബീച്ച് ശരിക്കും ഉഷാറായിട്ടുണ്ട്. ബീച്ച് സജീവമായി. വൈകുന്നേരം 5:30 കഴിഞ്ഞപ്പോൾ അവരുടെ പരിപാടികൾ തുടങ്ങി. യാത്രക്കാരൊക്കെ സജീവമായി. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ഓപ്പണിംഗ് പോയിന്റിലെത്തി. സാധാരണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ദേഷ്യം വന്നല്ലേ. യെസ്, നമ്മൾ പ്രവേശന കവാടത്തിലെത്തി. എല്ലാം തലകുത്തിനാണ്. സ്വഭാവം പോലെ പോയി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രവേശന കവാടത്തിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അതുവഴി വഴിയുണ്ട്. കുറേയൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളാണ് കൂടുതലും. എന്തായാലും സജീവമായിട്ടുണ്ട്. വേനലാണെങ്കിലും ഹാർബർ കാണാനും ഒന്ന് ഉല്ലസിക്കാനും ഒക്കെ ഉഷാറായിട്ട് ജനം വരണുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 90% നമ്മുടെ കാഴ്ച ഏതാണ്ടായി. ഇനി നമുക്ക് ആ വന്ന വഴിയോടെ കണ്ടു കഴിഞ്ഞാൽ ഈ കാഴ്ച അവസാനം. അപ്പോൾ ആദ്യം കയറിയ പാലം കണ്ടാൽ നമ്മൾ അവിടെ എത്തി കേട്ടാ. ഇനി ഇതാ വലതുവശത്തേക്ക് നമ്മൾ നേരെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പണിംഗ് റോഡായി. ഒന്നുകൂടെ വട്ടം ചുറ്റിക്കാം. മുതലപ്പുഴയും പെരുമാതുറ കാഴ്ചകൾ പരിസമാപ്തിയിലേക്കുള്ള ഒരു കാഴ്ചയിലേക്ക്. അവിടെ നിന്ന് വലത്തോട്ട് പിടിച്ചാൽ നമ്മൾ ഏതാണ്ട് ബസ് സ്റ്റോപ്പിലെത്തും. നമുക്ക് അതിന് മുന്നേ ഇവിടെ കുറച്ച് കാണാൻ പറ്റിയ സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവച്ച് പതുക്കെ വരാം. ഇതാണ് ആ കാഴ്ച. നേരെ പോയാൽ ബീച്ച് കാഴ്ച. അതാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി. ഇവിടെയൊക്കെ വണ്ടി പാർക്കിംഗ് ഏരിയയാണ്. ഇതിന് അപ്പുറമുള്ള വാഹനം കയറ്റി വിടില്ല. മനസ്സിലായല്ലേ? അടയാളം വെച്ചിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ അതിലേക്കുള്ളിലോട് ഇതിനുള്ളിൽ പ്രവേശനമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിതേ ആദ്യം ഹാർബർ എടുത്ത കാഴ്ച ഉണ്ടോ, കൊക്കിൻ്റെ ഒക്കെ കാഴ്ച, ആ സ്ഥലമാണ് ഇതേ ആ കാണുന്നത്. വട്ടച്ചിട്ട് നമ്മൾ ഇങ്ങനെ എത്തി എന്നാണ് അർത്ഥം. മനസ്സിലായ? യെസ്. അപ്പോൾ ആ പാലം, നേരത്തെ കണ്ട പാലം എല്ലാം കഴിഞ്ഞു. വീണ്ടും കൊക്കിനെയൊക്കെ കണ്ടു തുടങ്ങി. നമ്മളെ പട്ടിച്ചേട്ടന് അത്യാവശ്യം സാധാരണ പട്ടികളുടെ ബഹളമായിരുന്നു. വളരെ അപൂർവമായിട്ട് ഒരു പട്ടിയെ കണ്ടുള്ളൂ. വേറൊരു പട്ടിയെ കണ്ടു, പക്ഷേ അത് യജമാനുള്ള പട്ടിയായിരുന്നു. എന്തായാലും അവിടെ ഉണ്ട് 2 ബഹളം. ചൂണ്ടയിടൽ ശ്രമം നടക്കണുണ്ട്. അപ്പോൾ ഇതും അവിടം പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഇത് ഹാർബറിൻ്റെ മറ്റൊരു വശം. ഇതും അത് ഇടതുവശത്തെ ഹാർബറാണ്, വലതുവശത്തെ ഹാർബർ. ഒരു രസകരമായ കാര്യം എന്നറിയാമോ, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ചേച്ചി കട വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ അത് തമാശയായിട്ട് എടുക്കാവൂ, കാരണം ഇടത്തുള്ളത് ക്രിസ്ത്യാനികളും ഈ വലത്തുള്ളത് മുസ്ലിങ്ങളും എന്നാണ് അവർ പറഞ്ഞത്. ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമറിലെടുക്കാവും, ഒരു കോമഡി എന്ന രീതിയിലെടുക്കാവും. അവിടുത്തെ അതേ നിരക്ക് തന്നെയാണ് ഈ ഹാർബറിലെയും നിരക്കുകൾ. പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിങ്ങനെ നടക്കുന്നു. വളരെ മതസൗഹാർദ്ദപരമായി ജീവിക്കുന്ന ആൾക്കാരാണിത്. പിന്നെ അവരൊരു തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിന് വേറെ ഇനി കുളമാക്കരുത്. മനസ്സിലല്ലേ? കടൽക്ഷോഭമുള്ള സമയങ്ങളിൽ വലിയ അപകട സാധ്യത നിൽക്കുന്ന മത്സ്യബന്ധന യാനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് നല്ല എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയ മട്ടാണ്. ഉഷാറാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നു. ഇനി നമ്മൾ തിരിച്ച് തന്നെ പ്രവേശന കവാടത്തിലേക്ക് കയറി നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. പാലമെത്തി ഡീലാണ് നമ്മൾ. അവിടെ നിന്ന് ഇടത്തോട്ട് പിടിക്കുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ വലത്തോട്ടായിട്ട് നമ്മളത് രണ്ടാമത്തെ ഹാർബറിൻ്റെ കവാടം കഴിഞ്ഞു. 2 ഹാർബർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇടത്തോട്ട് പിടിക്കുക, നേരെ ബസ് സ്റ്റോപ്പിലെത്തുക. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്തി. അതാണ് നമ്മളിങ്ങനെ വന്ന് ഈ കടവഴി കറങ്ങി ഇങ്ങനെ വന്ന് അവിടെ കണ്ടേച്ച് ഇത് നമ്മൾ നേരെ പ്രവേശന കവാടത്തിലേക്ക് ഈ യാത്രയാകുന്നു. ഹാർബർ എഞ്ചിനീയറുടെ ആണ് സംഗതി.
പ്രവേശന കവാടം. അവിടെ നിന്ന് കാറേ വന്നിട്ട് നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ അതുവരെ ഉള്ളൂ. ഞാൻ ആദ്യം അത് കാണിക്കാം. അവിടെ വന്നിട്ട് അവിടെ ബസ് ബസ്സിൽ മുതലപ്പുഴി ബസ് അവിടെ നമ്മൾ ഹാർബർ പോയില്ലേ, അവിടെ പോയി ലെഫ്റ്റ് തിരിഞ്ഞു പോകും. അങ്ങനെയാണ് ഹാർബറിൻ്റെ കഥ. അപ്പോൾ ഇതാണ് ഹാർബറിൻ്റെ പ്രവേശന കവാടം. ഇവിടെ ഇങ്ങനെ വന്ന് ഇതവിടെ അവസാനിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഈ വഴിയാണ് ശരിക്കും കാറയിൽ പോകേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യം തല തിരിഞ്ഞ് ഇങ്ങനെ കയറി നേരെ പിടിച്ച് ബാക്കി കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇത് ചില ബസ് അവിടെ വന്നതാണ്. ആ ബസ് വരുന്നില്ലേ, അവിടെ വന്ന് തിരിഞ്ഞു പോകും, ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ. അപ്പോൾ ചില ബസ് മുതലപ്പുഴി ബസ്സാണത്. മുതലപ്പുഴി അവസാനം. പെരുമാറ ബസ് അവിടം വരെ പോയിട്ടുള്ളൂ. മുതലപ്പുഴി ബസ് അവിടെ പോയിട്ട് ആദ്യം കണ്ട ഹാർബറിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ പള്ളി കാണിച്ചില്ല ആദ്യം, കത്തോലിക്ക പള്ളി. അങ്ങനെ അപ്പുറം ബസ് തിരിച്ചു പോകും. അതാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ ഒരിക്കൽ കൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നതെന്നറിയാമോ? നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ രാമേശ്വരത്തൊരു ഫീൽ, പാമ്പം പാലത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് ഇതുവഴി നടക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഭംഗി ഇവിടെ ഉണ്ടായോ? പിന്നെ ഞാൻ തിരിച്ച് നടക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ ബസ് സ്റ്റോപ്പ്, മുതലപ്പുഴി ബസ് സ്റ്റോപ്പ്, അതായത് ബസ് ലാസ്റ്റ് എൻഡിങ് പോയിൻ്റ് കാണിക്കാനാണ്. ബസ് അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബസ് പോയിട്ടുണ്ട്. തിരിച്ചു പോകാൻ 10 മിനിറ്റ് കണ്ട് വെയിറ്റിംഗ് കണ്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ മുതലപ്പുഴി കാഴ്ചകൾ കണ്ടല്ലോ. നമുക്ക് ബസ് കൂടെ ഒന്ന് കണ്ടിട്ട് വ്ളോഗ് അവസാനിപ്പിക്കാം. ബസ് അവിടെ നിന്ന് തിരിച്ചു. ആ പോയിൻ്റാണ്. നമ്മളവിടെ നടന്നെത്തുമ്പോൾ ബസ്സിങ് എത്തും. എന്തായാലും കണ്ടല്ലോ. ഹാർബർ വരെയാണ് മുതലപ്പുഴി ബസ്സുള്ളത്. ആ ബസ് അവിടെ നിന്ന് തിരിച്ചിട്ട് ഇനി ആ ബസ്സിൽ കയറുന്നവർക്ക് ആ ബസ്സിൽ കയറാം. മറ്റൊരു വാർത്തയും വിശേഷമായി വീണ്ടും കണ്ടുകൊണ്ടുവരെ നന്ദി, നമസ്കാരം.